വാവ്, സൂപ്പർ കേട്ടോ. നമ്മൾ ഈ ഫോണിനകത്ത് കാണുന്ന പോലെ ഒന്നല്ല കേട്ടാ. നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടുപിടിച്ചാണ്. അപ്പം റോഡൊക്കെ നോക്കി ക്രോസ് ചെയ്യട്ടെ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും ചേട്ടായി ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൈക്കിനാണ് പോകുന്നത്. അങ്ങനെ ബൈക്കൊക്കെ എടുത്ത് ഞങ്ങൾ യാത്രകൾ ആരംഭിച്ചു. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാക്കനാട് ആ ഭാഗം വഴി പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, ചേട്ടായി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് കാക്കനാട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇൻഫോ പാർക്കൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഞങ്ങൾ അതിലേ പോവാണ് കേട്ടോ. ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ ആ ഭാഗത്തൂടെ പോകുമ്പോഴത്തേക്കിന്. ഒരു കാടിന്റെ ഒരു അന്തരീക്ഷം പോലെയൊക്കെ തോന്നും. എന്നാ മുന്നോട്ട് ചെല്ലുമ്പം നല്ല രീതിയില് ഒരു ഡെവലപ്മെന്റ് ആയിട്ടുള്ള സ്ഥലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. ചേട്ടായി ഈ ഒരു ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ട് പകുതി വരെ പോകാൻ പറ്റത്തുള്ളൂ. മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളവിടെ കാർഡ് കാണിക്കണം. കാർഡ് കാണിച്ചാലേ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ കാർഡ് ഞങ്ങൾ എടുത്തില്ലായിരുന്നു. കാരണം ഓഫീസിലേക്ക് പോവല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അത് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് മഴ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ റെയിൻ കോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. ചെറിയ മഴയാണ്. ഇപ്പോൾ വണ്ടി എടുക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ കൊച്ചരീക്കൽ കേവിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. പാർക്കിംഗ് ഏരിയ നമ്മൾ വന്നു കേട്ടോ. ഇനി നമ്മൾ കൊച്ചരീക്കൽ കേവ് ഇങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ പിറവത്തുള്ള കൊച്ചരീക്കൽ കേവിലേക്ക് വന്നു കേട്ടോ. അപ്പം താഴോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സ്ഥലമാണ്. നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. നമുക്ക് മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കുളം നമുക്ക് നേരിട്ട് കാണുന്നതിനാണ് ഒന്നുകൂടെ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഫോണിൽ കൂടെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ ഭംഗി എടുത്തറിയുമെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. മഴയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്ലൈമറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം കുളത്തിൽ വന്ന് ഇതാവുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും വെള്ളം പാസ് ചെയ്ത് പോകുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ മീനൊക്കെ വന്ന് ഇവിടെ കാലേ കുത്തും കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ കാലേ കുത്തുക. ഇങ്ങനെ മീൻ വന്ന് കൊത്തുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഈ കാണുന്നതാണ് കൊച്ചരീക്കൽ ഗുഹ എന്ന് പറയുന്നത്. അപ്പൊ താഴെ നിന്ന് നമുക്ക് മേളിലോട്ട് ഇങ്ങനെ ഈ ഒരു വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. അതിലും അങ്ങനെ കയറാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല വഴുക്കലുള്ള പ്രദേശമാണ്. അപ്പം നമ്മൾ കയറാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ തലയും കുത്തി വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ചവിട്ടി പോയിന്ന് വെള്ളം വീഴുന്നതിന്റെ ചവിട്ടി പോയിന്ന് ഇങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പൊ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് കുളമാണ് കേട്ടോ. മഴയും കൂടെ പെയ്തപ്പം കുളത്തിന്റെ ഭംഗി ഒന്നുകൂടെ കൂടിയ പോലാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പ്രായമായവർ വരെ വന്ന് വിസിറ്റ് ചെയ്ത് അവര് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പോയി. അപ്പോൾ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് തോന്നി. പിന്നെ ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെയൊക്കെ ഇവിടെ വരാൻ നല്ലതാണ്. പിന്നെ സൂക്ഷിക്കുക, വഴുക്കലൊക്കെ ഉണ്ട്. വരുന്നവർ ശ്രദ്ധിച്ചൊക്കെ പോവുക. പിന്നെ ഇവിടെ കുളിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ ടൈമിലൊന്നും ആരും അങ്ങനെ കുളിക്കുന്നതായിട്ട് കണ്ടില്ല. ഇതിനു മുന്നേ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇട്ടതിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല മഴയുണ്ട് കേട്ടോ. പക്ഷെ മഴയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ പോകണം. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാൻ. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടുപിടിച്ചാണ്. അപ്പം റോഡൊക്കെ നോക്കി ക്രോസ് ചെയ്യട്ടെ. പാറമടയാണ് ഗൈസ്. അയ്യോ, പാറമട തന്നെയല്ലേ? അതെ.
അപ്പം അതേ ഫ്രണ്ട്സ്, ഇത് പാറമട കയയാണ്. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നതെന്ന് പറയുന്നത് ശൂലമലയിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ ഉള്ളവരോട് ചോദിച്ചാണ് ഇനി അടുത്ത് എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ അവിടെ നിന്ന് ചേച്ചിയാണ് പറഞ്ഞത് ഇനി ഇവിടെ കാണാനുള്ളത് ശൂലമലയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലം തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് കണ്ടതാണിത്. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. കൈതത്തോട്ടമൊക്കെയാണ് അവിടെ കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് അതിൻ്റെ മേൽവശത്താണ്. അപ്പം ഞങ്ങൾ ബൈക്ക് വെച്ചിട്ട് താഴോട്ട് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. ഇറങ്ങുന്ന വഴി ഇച്ചിരി കുറച്ച് ഒരു ടഫാണ്, കുത്തുകല്ലുകളൊക്കെയാണ്. അപ്പോൾ അത് ഇറങ്ങി നമുക്ക് പോകാൻ കുറച്ച് പാടുണ്ട്. അത് ഞാൻ നല്ലവണ്ണം കഷ്ടപ്പെട്ടാണ് ഇറങ്ങിയത് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ യാത്ര പോകുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം വഴുക്കലും ഉള്ളത് കൊണ്ട് തെന്നി വീഴാൻ നല്ല സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പേടിച്ചാണ് നടക്കുന്നത്. എൻ്റെ പോക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ താഴോട്ട് എത്തിയിരിക്കുകയാണ്. കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും ഇറങ്ങി വന്നു. പക്ഷെ ഇത്രയും നല്ല വ്യൂ കാണാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. പണ്ടൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെയൊക്കെ പോയി ഇറങ്ങാനും നടക്കാനും ഒക്കെ. ഇപ്പൊ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. നിങ്ങളിത് കണ്ടോ? ഇത് നമ്മൾ ചാടണം. പക്ഷെ എനിക്ക് ചാടാൻ പേടിയായതുകൊണ്ട് ഒന്ന് ഇറങ്ങിയാണ്. അങ്ങനെ ഞങ്ങൾ കല്ലും മുള്ളും വെള്ളമൊക്കെ താണ്ടി താഴെ ശൂരമല വെള്ളച്ചാട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ കാണുന്ന വെള്ളച്ചാട്ടം. നല്ല ഫോഴ്സിലാണ് വരുന്നത്. കാരണം മഴ തുടരെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത് തന്നെ. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അവിടെ വന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ ഈ ചെറുക്കന്മാർ മുന്നിൽ കയറി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഫോട്ടോയോ വീഡിയോയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. അവരോട് നമുക്ക് മാറാനും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ച് പയ്യെ പോരാനായിട്ട് നിന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തിരിച്ചു കയറുകയാണ്. ഞാൻ പാൻ്റെ വരിയില്ല, ഫോട്ടോ ഊരി, കാരണം ഭയങ്കര ചൂടെടുക്കുന്നു ഇതിനകത്തൂടെ കയറിയിട്ടേ. അപ്പോൾ തിരിച്ചു കയറുകയാണ്. നമ്മൾ റിസ്ക് എടുത്താലും നമുക്ക് നല്ല നല്ല വ്യൂസൊക്കെ വ്യൂ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. വ്യൂസ് എന്ന് പറഞ്ഞ് മിസ്റ്റേക്കാണ്. കുളിക്കടവിൽ കുളി കാണാൻ അതെ കുറച്ച് ചെറുക്കന്മാരൊന്ന് കുളിക്കായിരുന്നു. അതൊരു വലിയ ഇതാണ്. അവന്മാർ മാറാത്തത് കൊണ്ട് നമുക്ക് മാറാത്തത് കൊണ്ട് പലതും കാണാനായിട്ട് സാധിച്ചില്ല. സാധിച്ചു കേട്ടോ. സാധിക്കാൻ മാത്രമൊന്നുമില്ല, വെള്ളം കുത്തനെ ഒഴുകുന്ന അത്രേ ഉള്ളൂ. പക്ഷെ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിനി മുകളിലോട്ട് കയറി ചെന്ന് ബൈക്ക് എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ചായക്കടയുടെ മുന്നിൽ വന്ന്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറി ഒരു ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അത്രയും നേരം ആ കുത്തുകല്ല് കയറി വന്നിട്ട് എനിക്കാണെങ്കിൽ ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയെന്നുള്ളായിരുന്നു. അങ്ങനെ ചായയൊക്കെ മേടിച്ചു കുടിയെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു. അപ്പം പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര പിന്നെയും തുടർന്നു. അപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് കടമ്പ്രയാറിലേക്കാണ്. അപ്പോൾ ഇത് കാക്കനാട് ഭാഗത്താണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ. നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമ്മൾ ചെല്ലുമ്പം തന്നെ കാണുന്നത്. ഇതുപോലെ കപ്പലിൻ്റെ ഷേപ്പിലൊരു ബിൽഡിങ് അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് കടമ്പ്രയാറിലേക്ക് നമ്മൾ അവിടെ കാണാൻ പറ്റുന്ന വ്യൂ ഇങ്ങനെയൊക്കെയാണ്. നല്ലൊരു സ്പോട്ടാണ്. ഈവനിങ് ഒക്കെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. നേരം സന്ധ്യയായി വരുന്നതുകൊണ്ട് തന്നെ ഒന്നുകൂടെ എനിക്ക് ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അതിൽ നടന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് മുന്നോട്ട് നടന്ന് പോവാണ്. അപ്പോൾ ഇത് വെള്ളം കയറുന്ന പ്രദേശമാണ് കേട്ടോ. അപ്പം ചെറിയ 2-3 മഴ നമുക്ക് അടുപ്പിച്ച്, ചെറുതല്ല അത്യാവശ്യം വലിയ മഴയൊക്കെ തന്നെയാണ് പെയ്തുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു വള്ളം ഇങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് തീരുമാനിക്കുമ്പം ഇങ്ങനെ ഒരു സ്പോട്ടൊക്കെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. നല്ല ആംബിയൻസ് ആയിരുന്നു, അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ഇതുപോലെ ഇങ്ങനെ വെള്ളമൊക്കെ കയറി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചവിട്ടി ഇങ്ങനെ പോകാനായിട്ട് പറ്റും. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്താണ് അപ്പുറത്തേക്ക് കടന്നത്. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാരുടെ. അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയാലേ ഞങ്ങൾക്കും കടന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കയറി പോകുന്നത് ഒരു പാലത്തിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ടാണ്. അപ്പോൾ ഇതാണ് ആ കാണുന്ന വ്യൂ കേട്ടോ. അപ്പം ഇരുട്ട് വീണത് കൊണ്ട് തന്നെ ക്ലാരിറ്റി കുറവായിരിക്കും.
അപ്പം ഇങ്ങനെയൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ പാലം കടന്ന് അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ അപ്പുറ ഭാഗം മുഴുവൻ നമുക്ക് നടന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷെ വെള്ളം കയറിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പോകാനായിട്ട് കുറച്ച് പ്രയാസം പോലെ ഫീൽ ചെയ്യും. അത് അങ്ങനെയൊന്നും കുഴപ്പമില്ലാത്തവർക്ക് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇവിടെ ഒന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചത് വണ്ടർലയാണ്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് വണ്ടർല കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഈവനിങ് സമയത്ത് ഇവിടെ പോയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒന്നാമത് മഴ പെയ്യുന്നതിൻ്റെ ഒരു അന്തരീക്ഷവും ഇരുട്ട് വീഴുന്ന ഒരു അന്തരീക്ഷമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ വീഡിയോ കൊണ്ട് അപ്പോൾ പിന്നെ വീഡിയോ അവസാനിക്കുകയാണ് അല്ലേ. ഇനി അടുത്ത വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ. അപ്പോൾ ചേട്ടായി പറഞ്ഞ പോലെ അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.